അഹങ്കാരവും അധിനിവേശ മോഹങ്ങളും കൈമുതലായുള്ള അമേരിക്കൻ സാമ്രാജ്യത്വം കരീബിയൻ വിപ്ലവമണ്ണായ ക്യൂബയ്ക്ക് നേരെ വീണ്ടും വിഷപ്പല്ലുകൾ പുറത്തെടുക്കുകയാണ്. വെനസ്വേലയിലും ഇറാനിലും ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി അട്ടിമറിക്ക് ശ്രമിച്ചതിന് പിന്നാലെ ഇപ്പോൾ യുഎസിന്റെ ആർത്തി പൂണ്ട കണ്ണ് പതിഞ്ഞിരിക്കുന്നത് ക്യൂബയ്ക്ക് മേലാണ്. 3 പതിറ്റാണ്ട് മുൻപുള്ള ഒരു കേസിന്റെ പേരും പറഞ്ഞ് ക്യൂബയുടെ വിപ്ലവ നായകനും മുൻ പ്രസിഡന്റുമായ 94 വയസ്സുകാരൻ റൗൾ കാസ്ട്രോയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണ്. 1996 തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് 2 US വിമാനങ്ങൾ ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ട കേസിനെയാണ് 30 വർഷങ്ങൾക്കിപ്പുറം അമേരിക്ക രാഷ്ട്രീയ ആയുധമാക്കുന്നത്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന റൗൾ കാസ്ട്രോയാണ് ഇതിന് പിന്നിലെന്നാണ് യുഎസിന്റെ വാദം. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് ആ വിമാനങ്ങൾ തകർത്തതെന്ന് ക്യൂബ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ബുധനാഴ്ച റൗൾ കാസ്ട്രോയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് US നീതിന്യായ വകുപ്പ് നൽകുന്ന സൂചന. യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു നിയമ നടപടിയല്ല, മറിച്ച് ക്യൂബയ്ക്ക് മേൽ അധിനിവേശം നടത്താനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാനുമുള്ള ട്രംപിന്റെ ഗൂഢാലോചനയാണിത്. കഴിഞ്ഞ ജനുവരിയിൽ വെനസ്വേലൻ നേതാവ് മഡുറോയെ സൈനിക റെയ്ഡിലൂടെ പിടികൂടിയപ്പോൾ തന്നെ അടുത്തത് ക്യൂബയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായ എണ്ണ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വൈദ്യുതി തടസ്സത്തിലും ജനങ്ങൾ വലയുമ്പോഴാണ് ക്യൂബയെ കൂടുതൽ ശ്വാസം മുട്ടിക്കാൻ US ശ്രമിക്കുന്നത്. ഇന്ധനം പൂർണ്ണമായും തീർന്നുവെന്ന് ക്യൂബൻ സർക്കാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് US ചാരസംഘടനയായ CIA തലവൻ ജോൺ റാറ്റ്ക്ലിഫ് ക്യൂബയിലെത്തിയത്. സംഘർഷഭരിതമായ സാഹചര്യം ലഘൂകരിക്കാനും രാഷ്ട്രീയ ചർച്ചകൾക്കുമാണ് CIA മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് ക്യൂബൻ സർക്കാർ പറയുമ്പോഴും അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അവിടെയും അട്ടിമറിക്ക് കരുക്കൾ നീക്കുകയാണെന്ന് വ്യക്തമാണ്. ക്യൂബ വിമോചിതമാകാൻ പോകുന്നു എന്ന ട്രംപിന്റെ സഖ്യകക്ഷിയായ ലോറ ലൂമിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രസ്താവനയും ഇതിലൂടെയാണ് വിരൽ ചൂണ്ടുന്നത്. പട്ടിണിക്കിട്ടും ഭീഷണിപ്പെടുത്തിയും വിപ്ലവ മണ്ണിൽ ഭയത്തിന്റെ വിത്തുപാകാൻ നോക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കത്തെ ക്യൂബ ജനത അധിനിവേശ ഭീഷണിയായാണ് കാണുന്നത്. അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ ധാർഷ്ട്യത്തിനു മുന്നിൽ ക്യൂബ തലകുനിക്കുമോ അതോ വിപ്ലവ വീര്യത്തോടെ പ്രതിരോധിക്കുമോ?